ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയാൻസ് പാരഡൈസ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന 4 സ്നാക്സിൻ്റെ റെസിപ്പീസാണ്. ഈ 4 സ്നാക്സും മൈക്രോവേവിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. അതും വെറും 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുമാത്രമല്ല, ഇതിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസാണ്. ആദ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് ആണ്. ഇതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളയുക. അതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങിന് ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസർ എടുക്കുക, അതല്ലെങ്കിൽ കത്തി കൊണ്ടാണെങ്കിലും ഒരേപോലത്തെ സ്ലൈസസ് ആക്കി എടുക്കാൻ നോക്കണം. എന്നിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു പാത്രമോ പ്ലേറ്റോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള അതങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി എണ്ണ ബ്രഷ് ചെയ്യുക. ഇത് സ്ലൈസസ് അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഓരോ സ്ലൈസും സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ഈ സ്ലൈസിൻ്റെ മേലെയും ഇത്തിരി എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈക്രോവേവിൽ 1.5 മിനിറ്റാണ് ചൂടാക്കിയെടുക്കേണ്ടത്. 1.5 മിനിറ്റ്, അതായത് 90 സെക്കൻഡ്സ് ആണ്. ഇനി ഇത് എടുത്തതിൻ്റെ ശേഷം 90 സെക്കൻഡ് ആയതിൻ്റെ ശേഷം ഇത് ഓരോ സ്ലൈസിന് നമ്മൾ തിരിച്ചിടണം. അതെന്തിനാന്ന് വെച്ചാൽ 2 സൈഡും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ചിട്ടതിൻ്റെ ശേഷം വീണ്ടും മൈക്രോവേവിൽ വെച്ചിട്ട് 1.5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതപ്പോൾ 1.5 മിനിറ്റായി. ഇനി പാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഓരോ സ്ലൈസും സൂക്ഷിച്ചെടുക്കണം, കാരണം നല്ല ചൂടിരിക്കും ഈ സമയത്ത് പാത്രം. ഇനി കുറച്ച് ചൂട് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മളുടെ പൊട്ടാറ്റോ ചിപ്സിൻ്റെ റെസിപ്പി. വെറും 3 മിനിറ്റ് കൊണ്ട് റെഡി ആയില്ലേ. ഇനി ഇത്തിരി കുരുമുളകും ഉപ്പും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്ത റെസിപ്പിയാണ് ബനാന ചിപ്സ്. ഇതിന് വേണ്ടിയിട്ട് ഒരു പച്ച കായ എടുക്കണം. എന്നിട്ട് അതിനെ ഇതേപോലെ നമ്മൾ പൊട്ടാറ്റോനെ സ്ലൈസ് ചെയ്തതുപോലെ സ്ലൈസറിലിട്ടിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം, തൊലി കളഞ്ഞിട്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇത്തിരി എണ്ണ ബ്രഷ് ചെയ്യുക. എന്നിട്ട് ഓരോ സ്ലൈസസും ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ട് ശേഷം ആദ്യം 1 മിനിറ്റാണ് മൈക്രോവേവ് ചെയ്തെടുക്കേണ്ടത്. ഒരു മിനിറ്റിൻ്റെ ശേഷം ഇതിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് വീണ്ടും 1 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. അതിൻ്റെ ശേഷം ഓരോ സ്ലൈസസ് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം, കാരണം അടി ഒട്ടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശേഷം ഒന്നും കൂടെ 1 മിനിറ്റും കൂടെ വെക്കുക, എന്നിട്ട് എടുക്കുക. ചിപ്സ് റെഡി ആയിട്ടുണ്ടാവും. ടോട്ടൽ 3 മിനിറ്റാണ് നമ്മളിങ്ങനെ ഓരോരോ മിനിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ബനാന ചിപ്സിൻ്റെ റെസിപ്പി. പെട്ടെന്ന് തന്നെ ആയി, വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ആയിട്ടുള്ളൂ. ഇതിലും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്തിരി ഉപ്പും കുരുമുളകും സ്പ്രിങ്കിൾ ചെയ്തെടുക്കുകയാണ്. ചൂട് തണിഞ്ഞതിന് ശേഷം ഇതിന് ഒരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ റെസിപ്പിയാണ് ചിക്ക് പി ഭേൽ, അതായത് വെള്ളക്കടല, കാബോളി ചെന എന്ന് പറയുന്ന കടല. അത് വെച്ചിട്ടുള്ളൊരു ഭേലിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ കടല നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. 5-6 മണിക്കൂർ കുതിർത്ത കടല ഒരു 2 പിടി എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും ഒരു ഡ്രോപ്പ് ഓയിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കുക. ആദ്യം 2 മിനിറ്റിൻ്റെ ശേഷം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 മിനിറ്റും കൂടെ മൈക്രോവേവ് ചെയ്തെടുക്കുക. ടോട്ടൽ 3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും, പച്ചമുളക്, ഉപ്പ്, ചെറുനാരങ്ങ നീര്, കുറച്ച് തക്കാളിയും മല്ലിയിലയും കൂടി ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ഭേൽ റെഡിയായി. ഭയങ്കര ടേസ്റ്റിയാണ്, അതുകൂടാതെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. 4ാമത്തെ അവസാനത്തെ റെസിപ്പിയാണ് അവൽ നനച്ചത്. നമ്മളെല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള അവലാണ്. അതിനുവേണ്ടി ശർക്കര എടുത്തിട്ട് ഞാൻ 30 സെക്കൻഡ് മൈക്രോവേവിൽ ചൂടാക്കി എടുക്കുകയാണ്.
30 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. 30 സെക്കൻഡ് ശേഷം ഇതിനെടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അവിൽ, ഏത് അവിലാണെങ്കിലും വെള്ളയാണെങ്കിലും ബ്രൗൺ ആണെങ്കിലും ഏതാ ഇഷ്ടം നിങ്ങൾക്കെന്ന് വെച്ചാൽ അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് 1-2 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ മൈക്രോവേവ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം 30 സെക്കൻഡ് മൈക്രോവേവ് വെച്ചിരിക്കുകയാണ്. എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഏലക്കായ പൊടിച്ചതും അതുകൂടാതെ ഫ്രഷായിട്ട് ചെറിയ തേങ്ങയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമ്മുടെ അവൽ നനച്ചത് റെഡിയായി. ഇതാണ് ഇന്നത്തെ 4 സ്നാക്ക് റെസിപ്പീസ് മൈക്രോവേവിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും, അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ബൈ.